ഹായ് കൂട്ടുകാരെ, പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കാനായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ, ഓൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. നമ്മൾ ഇന്നിവിടെ വന്നിട്ടുള്ളത് ചക്കയുടെ ഗുണങ്ങൾ നിങ്ങളിലേക്ക് അറിയിച്ചു തരാൻ വേണ്ടിയാണ്. മാമ്പഴത്തിൽ പോലും മായം കലർന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒട്ടും മായം ചേരാത്ത ഒന്നാണ് ചക്ക. നമ്മുടെ പറമ്പുകളിൽ ഒരു കാലത്ത് സുലഭമായിരുന്ന, എന്നാൽ ആർക്കും വേണ്ടാതെ ചീഞ്ഞ് കളഞ്ഞ് നശിപ്പിച്ചിരുന്ന ഈ ചക്കയുടെ ഗുണങ്ങൾ കേട്ടാൽ നിങ്ങൾ എല്ലാവരും തന്നെ ഒന്ന് നെടുവീർപ്പിടും. എല്ലാവരും നെടുവീർപ്പിടുമെന്നല്ല, അന്ന് ചക്കയെ വെറുതെ നശിപ്പിച്ച് കളഞ്ഞിരുന്നവരെല്ലാവരും തന്നെ നെടുവീർപ്പിടും. കാരണം ചക്ക വൈറ്റമിൻ എയും സിയും അടങ്ങിയിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ട്സും കൂടിയാണ് ചക്ക. തയാമിൻ, പൊട്ടാസ്യം, കാൽസ്യം, സിങ്ക്, റൈബോഫ്ലാവിൻ, അതുപോലെ തന്നെ നാരുകൾ അടങ്ങിയതും കൂടിയാണ് ചക്ക. ഹൃദയ പ്രശ്നം ഉള്ളവർക്ക് ചക്ക വളരെ നല്ലതാണ്. ചക്കയിലെ പൊട്ടാസ്യം BP കുറക്കാൻ നല്ലതാണ്. ഇരുമ്പ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. വിരൾച്ച മാറുന്നതിനും രക്തപ്രവാഹത്തിനും നല്ലതാണ് ഇരുമ്പ്. ആസ്മ രോഗികൾക്ക് നല്ല ഒരു മരുന്നും കൂടിയാണ് ചക്ക. തൈറോയിഡ് പരിഹരിക്കാനും ചക്ക നല്ലതാണ്. ഹോർമോണുകൾ ശരിയാവുന്നതിന് ചക്ക നല്ലതാണ്. അതുപോലെ തന്നെ കാൽസ്യവും മഗ്നീഷ്യവും അടങ്ങിയത് കൊണ്ട് തന്നെ എല്ലുകൾക്ക് ബലം കിട്ടാനും ചക്ക നല്ലതാണ്. ചർമ്മത്തിന് പ്രായക്കുറവ് തോന്നിക്കാനും ചക്ക നല്ലതാണ്. ശോധന ഉണ്ടാവാനും ചക്ക നല്ലതാണ്. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിക്കും ചക്ക നമുക്ക് നല്ലതാണ്. ക്യാൻസർ രോഗത്തെ തടയാനും ചക്കയ്ക്ക് കഴിയും. എന്നാൽ പോലും നമുക്ക് നാട്ടിൻപുറങ്ങളിൽ ചക്ക കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു സ്ഥിതിയാണ് നമ്മുടെ നാട്ടിൻപുറത്ത്. ഇപ്പോൾ ചക്കയുടെ അവസ്ഥ അതാണ്. ചക്ക കൊണ്ട് നമുക്ക് രുചികരമായ ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാക്കാൻ പോലും കഴിയുന്ന ഒരു കാലഘട്ടമാണ്. പല പലഹാരങ്ങളും നമ്മൾ ഇന്ന് ചക്ക കൊണ്ട് ഉണ്ടാക്കാൻ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ പനിയുള്ളവർക്ക് ഇതുപോലെ ചക്ക നല്ല ഒരു ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ്. പനി പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ നിന്നും പോകുന്നതാണ്. ചക്ക കൊണ്ടുള്ള പലതരം ഭക്ഷണങ്ങളും ഇപ്പോൾ വിപണിയിലുണ്ട്. എന്നുവെച്ചാൽ വിദേശ രാജ്യങ്ങളിൽ കിട്ടാനുണ്ട്. എന്നാൽ അതിന് പോലും നല്ല ഡിമാൻഡ്. പ്രമേഹ രോഗികൾക്കും ചക്ക കഴിക്കുന്നത് നല്ലതാണ്. ചക്ക എന്ന പേരിൽ നിന്ന് തന്നെയാണ് ജാക്ക് ഫ്രൂട്ട് എന്ന ഒരു ഇതും കൂടി കണ്ടെത്തിയിട്ടുള്ളത്. സ്വാദിഷ്ടമായൊരു ഭക്ഷണ പദാർത്ഥം തന്നെയാണ് ചക്ക. എങ്കിൽ മറ്റുള്ള ഗോതമ്പ് ഭക്ഷണം, അതുപോലെ തന്നെ ചോറ്, അതിലുള്ള ഭക്ഷണം, അത് കഴിക്കുന്ന അതേ ഗുണം തന്നെയാണ് ചക്ക കഴിക്കുന്നത് കൊണ്ടും നമുക്ക് കിട്ടുന്നത്. പോഷക സമൃദ്ധമായ ഭക്ഷണമാണ് ചക്ക എന്നതിന് കൂടുതൽ അങ്ങനെ പറയാൻ കഴിയില്ല. പ്രമേഹ രോഗികൾ പഴുത്ത ചക്ക കൂടുതലായി കഴിക്കുന്നത് അത്ര നല്ലതല്ല. പച്ച ചക്കയാണ് അവർക്ക് കുറച്ചെങ്കിലും കഴിക്കാവുന്നത്. അതും കൂടുതലൊന്നും കഴിക്കരുത്. എന്നാൽ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് തന്നെ എഴുതി പതിപ്പിക്കാവുന്നതാണ്. കമൻറ്റ് എഴുതാൻ ഒട്ടും തന്നെ മറക്കരുത്. നിങ്ങൾക്ക് ഇതിലധികം ഗുണങ്ങൾ അറിയാമെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി എന്നെ അറിയിക്കേണ്ടതാണ്. മറ്റുള്ളവരിലേക്ക് കൂടുതലായി ഈ വീഡിയോ എത്തിക്കുന്നതിനായി ഞാൻ നിങ്ങളുടെ സഹായം തേടുന്നു. വീഡിയോയിലെ എന്തെങ്കിലും കുറവുകളോ വോയിസ് എന്തെങ്കിലും പിഴവുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കുക. കമൻറ്റ് വഴി അറിയിക്കാൻ കഴിയുന്നവർ കമൻറ്റ് വഴിയും പേഴ്സണലായി അറിയിക്കാൻ കഴിയുന്നവർ പേഴ്സണലായും മാറ്റങ്ങൾ വരുത്താൻ ഞാൻ റെഡിയാണ്. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ആണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങളാണ് എൻ്റെ നെഗറ്റീവുകളും പോസിറ്റീവുകളും എന്നെ അറിയിക്കേണ്ടത്. എന്നാൽ നമുക്ക് ഇനി ഇതിലും നല്ല വീഡിയോകളായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. നിങ്ങൾ പറയുന്ന രീതിയിലുള്ള ഓരോ വീഡിയോസുകളും നമ്മൾ ചെയ്യാൻ റെഡിയാണ്. എന്നാൽ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ. പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം.